ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റിയാക്ട് റൗട്ടർ ട്യൂട്ടോറിയലാണ്. അതായത് റിയാക്ട് റൗട്ടർ ഉപയോഗിക്കുന്നത് നമുക്ക് പുതിയ പേജുകൾ ഉണ്ടാക്കി അതിന് ലിങ്ക് കൊടുത്ത് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു നോർമൽ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഹോം പേജ് ഉണ്ടാവും, എബൌട്ട് പേജ് ഉണ്ടാവും, കോൺടാക്ട്സ് പേജ് ഉണ്ടാവും, അങ്ങനെ പല പല പേജുകളുണ്ടാവും. അത് റിയാക്റ്റിൽ ചെയ്യണമെങ്കിൽ റിയാക്ട് റൗട്ടറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഒരു റിയാക്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സെയിം ഫയലിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മുന്നത്തെ ട്യൂട്ടോറിയൽ കണ്ടില്ലെങ്കിൽ പ്ലീസ് അത് കണ്ടിട്ട് വേണം ഈ ട്യൂട്ടോറിയലിലേക്ക് വരാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് അത് കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യാണ് ആ പ്രൊജക്റ്റ്. cd path പിന്നെ npm സ്റ്റാർട്ട് കൊടുത്ത് റൺ ചെയ്യാണ്. ഇത് npm സ്റ്റാർട്ട് കൊടുത്തതിൽ നമ്മൾ പ്രൊജക്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രൊജക്റ്റ് ലോക്കൽ ഹോസ്റ്റിൽ ലോഡായി. അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു വെൽക്കം ടു വെബ് മലയാളം എന്നുള്ളൊരു ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് റൗട്ടറിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാണ്. അതിന് നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിലേക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് റൗട്ടർ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് ഇതാണ്: npm install react router ഡോ. അത് ഇൻസ്റ്റാൾ ആയാൽ നമ്മൾ റൗട്ടറിൻ്റെ പാക്കേജ് ഇൻസ്റ്റാൾ ആയി. അത് വെച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് റിയാക്ടറിൽ ഡീഫാൾട്ടായിട്ട് റൂട്ടർ വരില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെ നമ്മൾ റൗട്ടർ പാക്കേജ് ഇൻസ്റ്റാൾ ആയി. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആവശ്യമുള്ള പേജുകൾ ക്രിയേറ്റ് ചെയ്യണം. റിയാക്ടറിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാണ്. അതായത് കോമ്പോണന്റ് പറഞ്ഞാൽ സോഴ്സിൻ്റെ ഉള്ളിൽ ഓൾറെഡി ആപ്പ് JS എന്നൊരു ഫയലുണ്ട് കോമ്പോണന്റ്. അതേ മെത്തേഡിൽ അത് കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്ത് പോയാൽ മതി. ഇത് റിയാക്ട് റൂട്ടർ വളരെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യാമെന്ന്. ആ സിൻടാക്സുകളും കാര്യങ്ങളൊന്നും മാത്രം ഓർത്ത് വെച്ചാൽ മതി എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരു ഹോം പേജ്, എബൌട്ട് പേജ്, സർവീസ് പേജ്, കോണ്ടാക്ട് പേജ്, ഇങ്ങനെ ഒരു 4 പേജാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ പ്രൊജക്ട് ഫോൾഡറിൻ്റെ ഉള്ളിൽ സോഴ്സിൽ തന്നെ അത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ ആഡ് ചെയ്യാം. ഞാൻ സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടാക്കുകയാണ്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ എല്ലാ ഫയലും കൂടി മിസ്സായി പോകും. അപ്പോൾ ഞാൻ പേജസ് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഈ app.js കോപ്പി ചെയ്യാം. നമുക്ക് ഒന്നുകൂടി കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഫയൽ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് അത് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ആപ്പ് എന്നുള്ള പേര് മാറ്റിയിട്ട് ഹോം കൊടുക്കുകയാണ്, ഹോം പേജിന് വേണ്ടിയിട്ട്. അത് ഡ്രീം വെയറിൽ ഓപ്പൺ ചെയ്തു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമില്ല. CSS ഒന്നും ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ലോഗോ ആയിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് ഇത്ര മതി. ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. റിയാക്ട് വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇനി വേണ്ടി ആ പാക്കേജ് ഒന്ന് ഇമ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇവിടെ ഉണ്ട്, ഇത് ഡീഫാൾട്ടായിട്ട് നമുക്ക് റിയാക്ട് ഇൻസ്റ്റാൾ ആകുമ്പോൾ കിട്ടും ഫംഗ്ഷൻ ആപ്പ്. അതായത് ഡീഫാൾട്ടായിട്ടുള്ള ക്ലാസ് ആണ്. അത് നമുക്ക് ഹോം പേജ് ആയതുകൊണ്ട് മാറ്റി കൊടുക്കാം, ഹോമിന്. പിന്നെ എക്സ്പോർട്ട് ക്ലാസിൻ്റെ നെയിം കൊടുക്കുക. പിന്നെ ഇവിടെ എന്താ വേണ്ടിച്ചാൽ നമുക്ക് കൊടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഡിവിഷൻ കൊടുത്തിട്ട് ഞാൻ ഹോം പേജ് ആയതുകൊണ്ട് ഹോം പേജിൽ നിന്ന് വെറുതെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഇത്ര നമുക്ക് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് ഇത്രേ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ വലിയ സൈറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണോ ഹോം പേജിൽ വരുന്നത് ആ HTML ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒരു പേജായി ഹോം. അതുപോലെ ഞാൻ മറ്റു പേജുകളും ഉണ്ടാക്കണം. ഈ ഹോം എന്നുള്ളത് കോപ്പി ചെയ്തിട്ട് എബൌട്ട് ഉണ്ട്, സർവീസ് ഉണ്ട്, കോണ്ടാക്ട് ഉണ്ട്.
പിന്നെ നമുക്ക് മെനു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെഡറും കൊടുക്കുക. എബൌട്ട് കൊടുത്തു, സർവീസസ് കൊടുത്തു, കോണ്ടാക്ട് കൊടുത്തു. അതുപോലെ മെനു ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡർ കോമൺ ആവും എല്ലാ പേജിലും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതെല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ കണ്ടന്റ് എഡിറ്റ് ചെയ്യാണ്. എബൌട്ട് എന്ന് ക്ലാസ് നെയിം കൊടുക്കുക. ആ ക്ലാസ് എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ ജസ്റ്റ് ടെക്സ്റ്റ് കൊടുക്കണം എബൌട്ട് പേജ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ കോണ്ടാക്ട് ലിസ്റ്റിൽ അങ്ങനെ ചേഞ്ച് ചെയ്യാണ്. കണ്ടന്റ് ചേഞ്ച് ചെയ്തു, ക്ലാസ് എക്സ്പോർട്ട് ചെയ്തു. ഹെഡറാണ് പിന്നെ ഉള്ളത്, എക്സ്പോർട്ട് ചെയ്തു. ഹെഡറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് മെനു ആണ് വേണ്ടത്. അത് ഞാൻ ജസ്റ്റ് ത്രെട്ട് കൊടുക്കാണ്. അത് മെനു ഞാൻ പിന്നെ ആഡ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഹെഡറിന് കൊടുക്കണം. പിന്നെ ഉള്ളത് സർവീസ്. ഇത്ര ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളത് റൺ ചെയ്ത് കൊടുത്തൊന്നും പ്രശ്നങ്ങളില്ല. പിന്നെ വേണ്ടത് നമുക്ക് റൂട്ടിങ് കൊടുക്കണം. റൂട്ടിങ് നമ്മൾ സോഴ്സിൽ app.js ഉണ്ടല്ലോ, അതിൽ കൊടുക്കാം. ഡീഫാൾട്ടായിട്ട് നമുക്ക് ഇത്രയുണ്ട്, ഇത് ആവശ്യമില്ല, നമുക്ക് അത് ഡിലീറ്റ് കളയാം. റൂട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് റിയാക്ട് ഡോം പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ബ്രൗസർ റൂട്ടർ, റൂട്ട്, സ്വിച്ച് തുടങ്ങിയ ഒബ്ജക്റ്റുകൾ കാൾ ചെയ്യണം. അതിന് ഇതാണ് അത് ഇമ്പോർട്ട് ചെയ്യാനുള്ള സിൻടാക്സ്. അത് കഴിഞ്ഞിട്ട് റൗട്ടിങ്ങിലുള്ള സിൻടാക്സ് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ബ്രൗസർ റൗട്ടർ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബ്രൗസർ റൂട്ടർ ക്ലോസ് ചെയ്യുക. ഓപ്പൺ ടാഗിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ റൂട്ടിങ് എഴുതുക. ബ്രൗസർ റൂട്ടർ അതുപോലെ ക്ലോസ് ചെയ്യുക. പിന്നെ നമ്മൾ സ്വിച്ച് ഓപ്പൺ ചെയ്യും. നമ്മൾ ഒന്ന് സ്വിച്ച് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്വിച്ച് ക്ലോസ് ചെയ്യണം. പിന്നെ വേണ്ടത് നമ്മൾ ഹെഡർ കോമൺ ആണ്, അപ്പോൾ നമുക്കത് ഹെഡർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ നാവിഗേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഹെഡർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹെഡറിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ നമ്മളെ പേജിൽ ഓട്ടോമാറ്റിക്കായി വരും. ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഹെഡർ കൊടുത്തിട്ടുണ്ട്, അതല്ല നമ്മൾ ഇപ്പം നമ്മൾ ഈ സോഴ്സിൻ്റെ ഉള്ളിൽ പേജസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇവിടെ സോഴ്സ് ഈ പേജസ് ഉണ്ടല്ലോ, എല്ലാം നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഈ app.jsൽ നമ്മൾ പാക്കേജ് ഇമ്പോർട്ട് ചെയ്ത പോലെ എല്ലാ കോമ്പണൻറ്റും ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ടാണ് അത് അടിയിൽ കൊടുക്കേണ്ടത്.
ഹോം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ഹോം എന്നുള്ള ഒബ്ജക്റ്റിക്ക് ഈ പേജസ് എന്നുള്ള ഹോം .js ഇമ്പോർട്ട് ചെയ്യാണ്. .js ആവശ്യമില്ല, ജസ്റ്റ് ഹോം എന്ന് കൊടുത്താൽ മതി. അതേപോലെ അബൌട്ട് വേണം, സർവീസ് വേണം, കോണ്ടാക്ട് വേണം, ഹെഡർ വേണം. നമ്മൾ ഹെഡർ ജസ്റ്റ് കൊടുത്തു നോക്കാം, നമ്മളെ എറർ പോകുന്നുണ്ടോ നോക്കാം. ഹോം നമ്മൾ മാറ്റി കൊടുക്കണം. അബൌട്ട് സർവീസസ് കോണ്ടാക്ട് എല്ലാ പേജും നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. കണ്ടോ, നമ്മളെ ഹെഡർ എന്നുള്ള ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളിവിടെ ഹെഡർ കാൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പേജിലും ആവശ്യമാണ്. കണ്ടോ ഹെഡർ, അല്ലെങ്കിൽ നമുക്കിത് മെനു കൊടുത്ത് നോക്കാം. കണ്ടോ ഹെഡർ വന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ റൗട്ടർ കൊടുക്കണം. നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഉള്ളിൽ ഓരോ പേജ് URL നാവിഗേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. റിയാക്റ്റിൽ ഇതാണ് അതിൻ്റെ സിൻടാക്സ്. നമ്മൾ റൂട്ട് പാത്ത് ഹോം പേജിന് നമ്മൾ /ആണ്. എന്നിട്ട് ഏത് കോമ്പണൻ്റ് ആണ്, ഏത് പേജാണോ ലോഡ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നെയിം കൊടുക്കുക. പിന്നെ എക്സാക്റ്റ് എന്ന് കൊടുക്കണം റിയാക്റ്റിൽ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബാക്കിയുള്ള പേജസ് നോട്ട് ചെയ്യാം. അബൌട്ട് കൊടുക്കാം, സർവീസ് കൊടുക്കാം, കോണ്ടാക്ട് കൊടുക്കാം. അബൌട്ട് ഇത്ര കൊടുത്ത് നമുക്ക് റൺ ചെയ്യാം. കണ്ടോ, നമ്മൾ ഡീഫാൾട്ടായിട്ട് ഹോം പേജാണ് കൊടുത്തിട്ടുള്ളത്. ആ ഹോം പേജ് വന്നു. ഇനി നമുക്ക് URL ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. അബൌട്ട് കണ്ടോ, അബൌട്ട് വന്ന് അബൌട്ട് വെച്ചിട്ട് കോണ്ടാക്ട് കൊടുത്ത് നോക്കാം. കോണ്ടാക്ട് കൊടുത്ത് ഇനി ഞാൻ ഈ കോണ്ടാക്റ്റിൻ്റെ എക്സൈറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും ഞാൻ പറഞ്ഞുതരാം. കോണ്ടാക്ട് അടിച്ചപ്പോൾ കോണ്ടാക്ട് വന്നിട്ടുണ്ട്. ഞാൻ കോണ്ടാക്റ്റിൻ്റെ കൂടെ കുറച്ചുകൂടി ടെക്സ്റ്റ് ആഡ് ചെയ്തു. കോണ്ടാക്ട് കഴിഞ്ഞിട്ട് ഞാനൊരു / ഇട്ടിട്ട് കൊടുത്ത് കണ്ടോ, ആ കോണ്ടാക്ട് വരുന്നുണ്ട്. ഇനി അബൌട്ടിൽ ഞാൻ അങ്ങനെ / ഇട്ട് കൊടുക്കുന്നത്. അബൌട്ട് // കണ്ടോ അബൌട്ട് വരുന്നില്ല. കോണ്ടാക്റ്റിന് അങ്ങനെ കൊടുത്ത കോണ്ടാക്ട് വരുന്നുണ്ട്. ഈ എക്സാക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ പേജ് കഴിഞ്ഞിട്ട് അടുത്ത / എടുത്തിട്ട് സബ് പേജ് കൊടുത്താലെല്ലാം ആ കോണ്ടാക്റ്റിനെ വന്നുകൊണ്ടിരിക്കും. എക്സാക്റ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ URL നമുക്ക് എക്സാക്റ്റ് ആയി കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ പേജെല്ലാം നാവിഗേറ്റ് ആവുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ ലിങ്ക്സ് കൊടുക്കണം. അബൌട്ട് ഒരു മെനു കൊടുക്കണം. റിയാക്റ്റിൽ എങ്ങനെ മെനു കൊടുക്കണം ഞാൻ കാണിച്ചു തരാം.
ഹെഡറിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെനു കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു UL ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. ഇതാണ് റിയാക്റ്റിൽ ലിങ്ക് കൊടുക്കാനുള്ള സിൻടാക്സ്. അതായത് ലിങ്ക് എന്നുള്ള ടാഗ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ടു എന്താണ് പാത്ത് കൊണ്ട് അത് കൊടുക്കുക. ഹോമിന് കൊടുത്തു, നമുക്കിനി ബാക്കി കൊടുക്കാം. ബാക്കി മൂന്നെണ്ണം എബൌട്ട്, സർവീസ്, കോണ്ടാക്ട്. സർവീസസ്, കോണ്ടാക്ട്. ഞാൻ അത് URL കൊടുത്താൽ മതി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്, ലിങ്ക് ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അതായത് നമ്മൾ റിയാക്ട് ഡോം എന്നുള്ള പാക്കേജിൽ നിന്ന് ലിങ്ക് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ ലിങ്ക് എന്നുള്ള ടാഗ് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ലിങ്ക് എന്ന് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ലിങ്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ലിങ്ക് ഫ്രം റിയാക്ട് ഡോം പാക്കേജ്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, വർക്ക് ആവുന്നുണ്ട്. എബോട്ട് അടിച്ച് എബോട്ട് പേജിലുണ്ട്, സർവീസ് അടിച്ച് സർവീസിൻ്റെ ടെക്സ്റ്റിലെല്ലാം നോക്കാം. നമ്മളിവിടെ URL കൊടുത്തിട്ട് രെസ്റ്റ് മിസ്സായിട്ടുണ്ട്, അത് കൊടുക്കാം. എബോട്ട്, സർവീസസ്, കോണ്ടാക്ട്. കണ്ടോ, ഇപ്പോൾ നമ്മൾ റിയാക്ട് റൗട്ടർ പഠിച്ചു, എങ്ങനെ പുതിയ പേജ് ഉണ്ടാക്കുക, എങ്ങനെ മെനു കൊടുക്കുക, എല്ലാം പഠിച്ചു. ഇനി എൻ്റെ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ ഒരു ഓൾറെഡി ഉള്ള HTML വെബ്സൈറ്റ് എങ്ങനെ റിയാക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.